ഇതിൽ കൂടുതൽ ഗണപതി വിഗ്രഹങ്ങളുള്ള അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് കോഴിക്കോട്ടെ തളി ശിവക്ഷേത്രം. 14-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതെന്ന് കരുതുന്ന ക്ഷേത്രത്തിൽ നിന്നുകൊണ്ട് ഗണപതി ഹോമം നടത്തുന്നുവെന്ന പ്രത്യേകതയുമുണ്ട്. അവിടെ നിന്നുകൊണ്ടാണ് ഇത് ഗണപതി ഹോമം നടത്തുക. പരമ്പരാഗത കേരള വാസ്തുവിദ്യാ ശൈലിയിലാണ് ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം. തളി ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ കണ്ടുവരാം. ആയിരത്തി 500 വർഷങ്ങൾക്ക് മുമ്പ് പരശുരാമൻ പ്രതിഷ്ഠിച്ച 4 തളികകളിൽ ഒന്നാമത്തെ തളിക്ഷേത്രമാണ് കോഴിക്കോട് തളി ശിവക്ഷേത്രം. ക്ഷേത്രത്തിലെ ഗണപതി വിഗ്രഹം പ്രതിഷ്ഠിച്ചത് നാറാണത്ത് ഭ്രാന്തനാണെന്നും ഐതിഹ്യമുണ്ട്. നമ്മൾ വിചാരിക്കും ഇതൊരു ശിവക്ഷേത്രം എന്ന നിലയിലാണ് അറിയപ്പെടുന്നത്. പക്ഷേ കൃഷ്ണൻ ഇവിടെ, ശ്രീകൃഷ്ണൻ അതല്ലെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ ചതുർബാഹുവായിട്ടുള്ള രൂപം ഇവിടെ തുല്യ പ്രാധാന്യത്തോടു കൂടി തന്നെ ഈ ക്ഷേത്രത്തിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നരസിംഹമൂർത്തിയുടെ ഒരു പ്രതിഷ്ഠയും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ചേർന്നിട്ടുള്ള ഒരു ക്ഷേത്ര സമുച്ചയം എന്ന് വേണമെങ്കിൽ ഈ ക്ഷേത്രത്തെ വിശേഷിപ്പിക്കാം. അതുകൊണ്ട് തന്നെയാണ് ഇതിനൊരു തളി മഹാക്ഷേത്രം എന്ന നിലയിൽ ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. 500 വർഷത്തിലേറെ പഴക്കമുണ്ടെന്ന് കരുതുന്ന ക്ഷേത്രത്തിലെ കിഴക്കേ ഗോപുരമാണ് പ്രധാന ആകർഷണം. കിഴക്കേ ഗോപുരത്തിലൂടെ അകത്ത് കടന്നാൽ ആദ്യം വലിയ നടപ്പുരയിലെത്തും. അസാമാന്യ വലുപ്പമുള്ള ഈ ആനക്കൊട്ടലിൽ ഏകദേശം 7 ആനകളെ അണിനിരത്തി എഴുന്നള്ളിക്കാനുള്ള സൗകര്യമുണ്ട്. ഇതിനകത്ത് തന്നെയാണ് ഭഗവദ്വഹനമായ നന്ദിയെ ശിരസിലേറ്റുന്ന ചെമ്പ് കൊടിമരം പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. കൊടിമരത്തിനപ്പുറം ക്ഷേത്രത്തിലെ പ്രധാന ബലിക്കൽ സ്ഥിതി ചെയ്യുന്നു. താരതമ്യേന ഉയരം കുറഞ്ഞ ബലിക്കലാണ് ഇവിടെയുള്ളത്. നടപ്പുരയുടെ തെക്ക് ഭാഗത്ത് പ്രത്യേക മതിൽക്കെട്ടിലാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉപദേവതയായ നരസിംഹമൂർത്തിയുടെ പ്രതിഷ്ഠ. തെക്കു പടിഞ്ഞാറേ മൂലയിൽ കന്നിമൂല ഗണപതിയുടെ പ്രതിഷ്ഠയുമുണ്ട്. തളി ഗണപതി എന്ന പേരിലാണ് ഈ ഗണപതി അറിയപ്പെടുന്നത്. പത്ത് കൈകളോട് കൂടിയ പത്നിസമേതനായ ഗണപതി ഭഗവാന്റെ പ്രതിഷ്ഠയും ഇവിടുത്തെ പ്രത്യേകതയാണ്. തേവാരത്തിൽ ഗണപതി എന്നാണ് ഈ പ്രതിഷ്ഠ അറിയപ്പെടുന്നത്. മൂന്ന് ഗണപതി സാന്നിധ്യം എന്നുള്ളതാണ്. ഒന്ന് ക്ഷേത്രത്തിൻ്റെതായിട്ടുള്ള ഗണപതി, തളി ഗണപതി. പിന്നെ വടക്ക് ഭാഗത്ത് ആയിട്ടുള്ള വടക്ക് കിഴക്ക് മൂലക്കലായിട്ട് തേവാരത്തിൽ ഗണപതി എന്ന് പറഞ്ഞിട്ടുള്ളത് തന്ത്രിയുടെ കൂടെ കൊണ്ടു നടന്നിരുന്ന ഒരു ഗണപതിയാണ്. 10 കൈകളോടും പത്നി സമേതനായിട്ടുള്ള ആ ഗണപതിയും ഇവിടെ ഒരു ഭാഗത്ത് കൂടി ഇരുത്തിയിട്ടുണ്ട്. കൂടാതെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത നിന്നുകൊണ്ട് ഗണപതി ഹോമം ചെയ്യുക എന്നുള്ളതാണ്. ഇന്നും അതെ, ആ നിന്നുകൊണ്ട്, ബാക്കി എല്ലാ ക്ഷേത്രങ്ങളും ഇരുന്നുകൊണ്ട് ഗണപതി ഹോമം ചെയ്യുന്ന സമയത്ത് ഇവിടെ നിന്നുകൊണ്ടാണ്. ഈ ഗണപതി ഹോമം ചെയ്യുന്ന സമയത്ത് ഗണപതി ഭഗവാൻ തന്നെ ഈ പ്രസാദം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് എണീറ്റ് നിന്ന് സ്വീകരിക്കുന്നു എന്നാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇന്നും അതെ ആ നിന്നുകൊണ്ട് ഗണനിയമം ചെയ്യുന്നൊരു ക്ഷേത്രം ലോകത്തിൽ തന്നെ ഇവിടെ മാത്രമേ ഉള്ളൂ. ക്ഷേത്രത്തിനകത്ത് ചിത്രങ്ങളും തടിയിലും കല്ലിലും തീർത്ത ശില്പങ്ങളും പൗരാണികതയുടെ അടയാളങ്ങൾ കൂടിയാണ്. കേരള തമിഴ്നാട് ക്ഷേത്രകലകളുടെ മിശ്രണം കൂടിയാണ് ഇത്തരം ശില്പങ്ങൾ. ബ്രാഹ്മണശാപം തീർക്കാൻ വർഷത്തിൽ ഒരു തവണ നടക്കുന്ന ചടങ്ങും ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണ്. സമീപത്തെ അരയാൽ തറയും വിസ്തൃതമായ കുളവും ക്ഷേത്രത്തിന്റെ ഭംഗി കൂട്ടുന്നു. കോഴിക്കോട് നഗരത്തിന് നടുവിലാണെങ്കിലും ഗ്രാമാന്തരീക്ഷമുള്ള ക്ഷേത്രത്തിൽ ദിനംപ്രതി 100 കണക്കിന് വിശ്വാസികളാണ് എത്തുന്നത്. ഒപ്പം ചരിത്രശേഷിപ്പുകൾ തേടിയെത്തുന്നവരും നിരവധിയാണ്. ന്യൂസ് മലയാളം, കോഴിക്കോട്.